പിന്നെ ഫസ്റ്റ് ഞങ്ങൾ പ്രോഗ്രാമിന് പോവാ. പ്രോഗ്രാമിന് പോകുമ്പോൾ ഞങ്ങൾ അടുത്തടുത്തായിരിക്കുന്നത്. നമ്മുടെ ചരിത്രം രണ്ട് ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞു. വേണോ? ഇനി അവർക്ക് സമയം കൊടുക്കും. അല്ല, എല്ലാ മാസവും ഈ 2 ഈവന്റ്സ് ഉണ്ട്, വെച്ചേക്കണം. ഇല്ല, വേറെ സ്ഥാനത്ത് പിടി. അഖിലേ, ഷാജി എനിക്ക് ആളെ കിട്ടി. പക്ഷെ നമ്മളതെ അന്ന് സൂക്ഷിച്ച് പറയണം. ഇനിയും സമയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഡള്ളായി പോട്ടോ. ആ കഥ പറഞ്ഞിട്ട് പോയാൽ ചാച്ചനത് അല്ലല്ലോ, എനിക്ക് ആ കഥ കേൾക്കാൻ ഒരു വെമ്പലുണ്ട്. എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തോണ്ടാണ്. സാധനം നമ്മൾ തള്ളിയിട്ട് ആ തള്ളായില്ലെങ്കിൽ ഞാൻ വേറെ സംഭവം കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ശരിയാവത്തില്ലെന്ന് അറിഞ്ഞാലും ഒരു ഊർജ്ജമുണ്ടല്ലോ. ഒരു കാര്യം എല്ലാരും ശ്രദ്ധിച്ചു കേൾക്കണം. ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ അവന്റെ ഇത് പോകും. ഈ സൗണ്ട് കയറി ഇതല്ല, എനിക്ക് മാത്രം ഇവന് മാത്രം പറ്റില്ല, ഞങ്ങൾക്ക് ഒരുമിച്ച് പറ്റിയതാണ്. തമിഴ് സിനിമയിൽ നിന്ന് ഒരു ഓഫർ വന്നിരുന്നു. അത് ഇവൻ സൂര്യയുടെ ഒപ്പം വിജയുടെ ഒക്കെ ഒപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ 2 പേരും വേണമെന്നും പറഞ്ഞിട്ടൊരു ഓഫർ വന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം പറഞ്ഞേ. അതായത് ഞങ്ങളെ ചുറ്റിപ്പറ്റിയാണ് കഥ പോകുന്നത്. അതായത് പല വികാരങ്ങളാണ് പടത്തിനകത്ത്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് വലിയ സിനിമ, വലിയ സംഭവമൊന്നുമില്ല, പക്ഷെ കാശ് മേടിക്കും, ഇറങ്ങൂല്ല ഈ പടം. അപ്പം കാശ് മേടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോരാം എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ കൊടുത്തിട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു, ഞാനിത്ര വലിയ പടങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനത്തെ പടങ്ങൾ അല്ലടാ, മെയിൻ റോള് ഞാനും ഉണ്ട് എന്ന്. സംഭവത്തിലുള്ള വിക്രമാദിത്യനും വേതാളവും. ഞാൻ വേതാളം, വിക്രമാദിത്യൻ മെയിൻ റോളാണല്ലോ. അങ്ങനെ ഞങ്ങൾ ചെന്നൈ ചെന്നിറങ്ങുന്നു. ക്യാരവാനൊക്കെ ഉണ്ട്. ഷൂട്ട് നടക്കുന്ന ഒരു കാട്ടില്ല. പിന്നെ ഷൂട്ടിംഗ് തുടങ്ങിയെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ നോക്കുമ്പോൾ ഒരു കാട്ടിൽ മരം മുറിഞ്ഞ് കിടക്കുക, ഉണക്കമരം. അതായത് വിക്രമാദിത്യൻ വായിന്ന് പത വന്നിങ്ങനെ ഇരിക്കുക രാജാവായിട്ട്. ഈ ആള് ഞാൻ വേതാളമാണ്. ഇങ്ങനെ ഞങ്ങളുടെ 2 പേരുടെ, അതായത് മുഖമൊക്കെ മാറ്റി രാജാപ്പാട്ടിൽ ഇങ്ങനെ ഇവൻ എന്നെ എടുത്തോണ്ട് പോയിട്ട് കാട്ടിക്കൂടെ. ആലോചിച്ച് നോക്കണം, ചെറിയ പൈസക്ക് ഏണി എനിക്ക് തന്ന സംഭവം ഇത്, മനസ്സിലായോ? അങ്ങനെ എടുത്തോണ്ട് നടന്ന് കഥ മുഴുവൻ ഞങ്ങൾ സിനിമയുടെ പറയാ. ഇതിനിടയിൽ ഓരോ സീക്വൻസ് വന്ന് പോകും. അതെല്ലാം കഴിഞ്ഞ് ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളത് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ആ സിനിമ ഇറങ്ങൂലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ ചെന്നൈയിൽ നിന്ന് ഞങ്ങളുടെ സുഹൃത്തുണ്ട് സജു, എന്നെ വിളിച്ചിട്ട്, അജയ് നിങ്ങൾ 2 പേരും ടിനിയുമായിട്ട് പുതിയ പടം ചെയ്യുന്നുണ്ടോ? ഇന്ന പടം. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അല്ല, ചെന്നൈ സിറ്റി മുഴുവൻ നിങ്ങളുടെ ഫോട്ടോ വെച്ചേക്കുവാ. എന്നെ വിളിക്കണായിരുന്നില്ല, നോബിയാണ്. നോബി വിളിച്ചിട്ട് ചിരി മാത്രം. അണ്ണൻ പാലേക്ക് പോകുന്നുണ്ടോന്ന് അറിയില്ല. അണ്ണനും പകറും കൂടി തിരുവനന്തപുരത്ത് മൊത്തം പോസ്റ്റർ ഒട്ടിച്ചേർന്ന് പുളികാരം അങ്ങനെ എന്തോ പേരുള്ള സിനിമ. എന്താണ് ഞാൻ ആലോചിക്കുന്നത്? ഞാൻ അങ്ങനെ ചെന്നൈയിലാണ് പോസ്റ്റേഴ്സ്. ചെന്നൈയിലുണ്ട്, അതായത് നാഗർകോവില് സെറ്റപ്പുള്ള തൂണിലൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്ന 1 ഇഞ്ച് സ്ഥലമില്ല ചെന്നൈയിൽ ഒട്ടിക്കാത്ത. എല്ലായിടത്തും രാജാവായിട്ട് ഇവന്റെ തോളത്ത് ഞാൻ ഇരിക്കുന്ന ഫോട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കാത്തത് വേറെന്തോ പരിപാടി ശ്രദ്ധിക്കാം. ഈ ഡ്രസ്സ് പോലും വാടക എടുത്ത് തന്ന ഡ്രസ്സാണ്. എത്താത്ത ഡ്രസ്സൊക്കെ ഇല്ല, ബാക്കിൽ ഹുക്കൊക്കെ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടാണ് ഞാൻ നിന്ന്. വിക്രമാദിത്യൻ മീശയൊക്കെ വെച്ചിട്ട് ഇവൻ തോളത്തും പിന്നെ അത് കഴിഞ്ഞ് വിളിച്ചിട്ട് ചിരിയോടി അണ്ണം പോലെ പോകുന്നു. അഖിലെ വിശ്വസിക്കണം, ഞാൻ വിശ്വസിക്കും. അത് കഴിഞ്ഞാണ് ഞാൻ തമിഴിൽ നിന്ന് ഔട്ടായത്. ഒറ്റ വേതാളം കൊണ്ട്. അതിന് കാരണം ആരാണ്? വിക്രമാദിത്യൻ.